So, to calculate activation energy graphically, for that we have a relation. നേരത്തെ നമ്മൾ പഠിച്ചു അരീനിയസ് ഇക്വേഷൻ. അതിൻ്റെ ലോഗരിതമിക് ഫോം ഞാനൊന്ന് എഴുതുകയാണ്. ലോഗ് കെ ഇസ് ഈക്വൽ ടു ഇത് ബൈ ഹാർട്ട് ചെയ്യാം കേട്ടോ റിലേഷൻ. ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി. ആർ ആൻഡ് ടി ബോത്ത് ഡിനോമിനേറ്ററിലാണ് കേട്ടോ. സോ ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി. ഇത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണ്. വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടി. സോ യു വിൽ ഗെറ്റ് ലോഗ് കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ 2.303 ആറിന് ആദ്യം എഴുതാണ്. 2.303 ആറിന് മാത്രം എടുത്തു ഇൻറ്റു 1/t. ആ 1/tനെ ഒറ്റയ്ക്ക് നിർത്താം. ഓക്കെ, പ്ലസ് ലോഗ് എ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതി. ഇപ്പോഴാണിത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലായത്. ഇതാണ് ഒരു വേരിയബിൾ ലോഗ് കെ. ഇത് എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. ഇത്രയും വാല്യൂ ആണ് സ്ലോപ്പ് വരിക. എക്സ് എന്ന് പറയുന്നത് 1/t ആണ്. ഓക്കെ, ആൻഡ് ഇതാണ് സി, നമ്മളുടെ എക്സ് ആണ് 1/t സി. ഒന്നും കൂടി പറയാം. ലോഗ് കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ 2.303 ആർ ടി എന്നുണ്ട്. ആ ടീനെ നമ്മൾ വേറെ എഴുതാണ് പ്ലസ് ലോഗ് എ. സോ വൈ ആക്സസിൽ ഇഫ് യു ടേക്ക് ലോഗ് കെ ഓൺ വൈ ആക്സസ് and 1/t is taken on the x-axis, you will get a straight line. Okay, and the slope of that will give us value m, that is minus ea by 2.303 r, and the y-intercept is log a. Okay, equation by heart ചെയ്യാം. ഞാൻ ഗ്രാഫ് വരയ്ക്കാം. You are plotting log k on y-axis, 1/t is plotted in the എക്സ് ആക്സസ്. അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പാണ്, മൈനസ് വന്നിട്ടുണ്ട്. സോ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇത് വൺ വേർഡിലൊക്കെ ചോദിക്കും, മൈനസ് ഇ എ ബൈ 2.303 ആർ. സോ യൂസിങ് ദിസ് ഗ്രാഫ് നമ്മൾ ആദ്യം ഓരോ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള കെ കണ്ടുപിടിച്ചു. 1/t എന്ന് എടുത്തിട്ട് എക്സ് ആക്സസിൽ പ്ലോട്ട് ചെയ്തു. ലോഗ് കെനെ വൈ ആക്സസിൽ പ്ലോട്ട് ചെയ്തു. ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അതിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ഇ എ ബൈ 2.303 ആറാണ് എന്ന് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ എ കണ്ടുപിടിക്കാമല്ലോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡി വൈ ബൈ ഡി എക്സിലെ വൈ ആക്സസിൽ എടുക്കുക, എക്സ് ആക്സസിലും എടുക്കുക. അതാണ് സ്ലോപ്പ്. അപ്പോൾ ചിലപ്പോൾ 2 എന്നോ 1 എന്നോ ഒക്കെ ആൻസർ കിട്ടുമായിരിക്കും. അപ്പോൾ ഇ എ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു 2.303 ആറും പിന്നെ ഒരു മൈനസ് സൈനും ഉണ്ടാവും. അങ്ങനെ നമുക്ക് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു കാൽക്കുലേറ്റ് activation energy graphically. So what is that relation? Arrhenius equation, log k is equal to log a minus ea by 2.303 r t. t ഡിനോമിനേറ്ററിലാണെന്ന് ഓർമ്മിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, ഇനി ഇതേ സംഭവം തന്നെ പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, കമ്പാരിസൺ പോലെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുക രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ്. ലോഗ് കെ വൺ ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി വൺ. ഓക്കെ, ടി വൺ ചെറിയ ടെമ്പറേച്ചർ, ആ സമയത്തുള്ള റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് കെ വൺ എന്ന് വിചാരിക്കുക. ഇനി ഒരു ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുക റിയാക്ഷൻ്റെ റേറ്റ് ഡബിൾ ചെയ്തു ട്രിപ്പിൾ ചെയ്തു എന്നൊക്കെ ആയിരിക്കും. ഇനി ലോഗ് കെ ടു ഹയർ ടെമ്പറേച്ചറാണ് കെ ടു. എപ്പോഴും ഓർമ്മിക്കുക, കെ ടു ഇസ് ഗ്രേറ്റർ ദാൻ കെ വൺ അല്ലെങ്കിൽ ടി ടു ഇസ് ഗ്രേറ്റർ ദാൻ ടി വൺ is equal to log a minus e a by 2.303 r t2. ഓക്കെ, അപ്പോൾ ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കോ, കൂടെ നിങ്ങളൊന്ന് എഴുതണം നല്ലതാണ്. നോക്കിക്കോളൂ, ഞാൻ ഈ ഇക്വേഷനെ 2 - 1 ചെയ്യാൻ പോവാണ്. 2 - 1. ഓക്കെ, then I will be getting log k2 by k1 is equal to ലോഗ് എ രണ്ടിലുള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇ എ ബൈ 2.303 ആർ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ ഹോൾ ഡിവൈഡഡ് ബൈ ടി വൺ ടി ടു. റിമെമ്പർ, ടി ഇസ് ഇൻ കെൽവിൻ, തെറ്റിക്കാൻ പാടില്ല. ആറിൻ്റെ വാല്യൂ 8.314 ജൂൾ
ഉള്ള വാല്യൂ എടുക്കണം. അപ്പോൾ നമുക്ക് ആൻസർ ആക്ടിവേഷൻ എനർജീൻ്റെ ആൻസർ കിട്ടും. ഞാൻ കൂടി പറയാം. ലോഗ് K2/K1 is equal to EA/2.303 R T2 - T1/T1 T2. ഇതിൻ്റെ 1-2 പ്രോബ്ലം ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. ഓക്കെ.